MLA-ക്ക് നിയമസഭയിൽ പോയിട്ട് ആ പാർട്ടിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് MLA? എന്താ പേര് സ്വതന്ത്രനായിട്ട് ജയിച്ച MLA ആയി പോരായിരുന്നോ? അങ്ങനെയാണോ ഇത്? അപ്പം ഇതെന്താണ്? ഇത് ധാർമ്മികതയുടെ കേസല്ല എന്ന്. ഇത് ധാർമ്മികതയുടെ കേസല്ല. ധാർമ്മികത എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു, ധാർമ്മികത എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. അങ്ങനെയല്ല. ഇതെന്താണ്? ഇത് ഒരു കുട്ടിയെ പീഡിപ്പിച്ച് അതിന് ഗർഭചിത്രം നടത്തിയ ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ആർക്കൊക്കെ മനസ്സിലായി? കോൺഗ്രസിലെ ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. ഇവർക്കെല്ലാം മനസ്സിലായിട്ടാണല്ലോ ഇങ്ങനെ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ശക്തമായ നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ? ഇത് ഇങ്ങനെ ഇല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇങ്ങനെ ഒരു ഓഡിയോ ഇല്ല, ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഈ പറയുന്നത് മുഴുവൻ കള്ളാണ്, നിങ്ങൾ തെളിയിക്കാൻ പറ്റിയ തെളിയിക്കും. മാധ്യമങ്ങളെ വെല്ലുവിളിക്കല്ലേ വേണ്ടേ? എന്നിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിൽക്കാൻ കഴിയാത്തതിന് കാരണം എന്താ? ഇതെല്ലാം ഉണ്ട് എന്ന് മണിക്കൂറും ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ പറയും പരാതിയില്ല എന്ന്. അതെന്തിനായ? പരാതി ഇല്ലാത്ത കേസിന് പരാതി ഇല്ലാതെ പോലെ കൈകാര്യം ചെയ്യണം, പരാതി ഉള്ളതിനെ പരാതി ഉള്ളതുപോലെ കൈകാര്യം ചെയ്യണം. ഇവർ പറയുന്നു പരാതി ഇല്ല എന്ന് പറയും, നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ്? പരാതിക്ക് ഈക്വലൻ്റ് ആയിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈക്വലൻ്റ് ആയിട്ട് പരാതി ഉണ്ടെന്ന് അർത്ഥം. അവർക്ക് മനസ്സിലായി എന്നുള്ളത് അർത്ഥം.